ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പറമ്പിൽ കുറച്ചധികം കാന്താരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കുറേ ദിവസമായി പറിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം അതിന്ന് അതൊക്കെ പറിച്ചൊന്ന് എടുത്തിട്ടോ. കുറച്ചധികം കാന്താരി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പറിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വഴുതനങ്ങയും വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ചെടുത്തേ. ഇനി നമുക്കതൊന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളം പോവാനായിട്ട് വെയിലത്ത് വെക്കാം. ഇതൊന്ന് വെയിലത്ത് വെച്ചതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നല്ലോണം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. അതിനായി ഞാൻ ആദ്യം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടോ. ചില്ലിൻ്റെ ബോട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലിൻ്റെ ബോട്ടിൽ ഇട്ട് കൊടുത്താൽ കേടാവില്ല, അങ്ങനെ കുറച്ച് കാലം അത് നീണ്ടു നിൽക്കും. അപ്പം നമ്മളിവിടെ ചില്ലിൻ്റെ ബോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ആദ്യം കല്ലുപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ കാന്താരി ഇട്ട് കൊടുത്തു. ഇങ്ങനെ ലെയറായി കണ്ടിന്യൂസായി ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് തീരുന്ന വരെ. ഞാനിവിടെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണുള്ളൂ, കാരണം വിനാഗിരി ഇന്നലെ അച്ചാറുണ്ടാക്കിയിരുന്നു. അപ്പം അതിൽ കുറച്ച് വിനാഗിരി ആഡാക്കിയിരുന്നു. അപ്പം അതിൽ ബാലൻസ് ഉണ്ടായതാണ് ഇപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം കാന്താരി നമ്മളിലിട്ട് കഴിയാനായിട്ടുണ്ട്. അപ്പം കുറച്ചധികം കാന്താരി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാന്താരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ്, നമുക്കറിയാലോ. നല്ലതാണ്, ബ്ലഡ് വെക്കാനൊക്കെ കാന്താരി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഷുഗറുള്ള ആൾക്കാരൊക്കെ കാന്താരി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരിയാണിത്. നമ്മളെ പറമ്പിൽ തന്നെ നമ്മൾ വളമൊന്നും ഇടാണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ചില്ലിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തത്. ഒന്ന് നല്ലോണം മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വിനാഗിരി നമുക്ക് കൊണ്ടുവന്നിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഉപ്പിലിട്ട കാന്താരി മുളക്.